ഇവന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയണേക്കാം ആക്ഷൻ എന്നൊക്കെ പറയും. ഇവൻ ലൊക്കേഷനിലൊക്കെ വന്ന് നിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കുറച്ച് നേരത്തേക്ക് വെറുതെ വിടാട്ടോ. ഇവിടെ ഇരിക്കുന്നോ അപ്പഴടുത്ത്? അതോ അമ്മയുടെ കൂടെ പോവാണ്? കൺഫ്യൂസ്ഡ് ആയി. ടോവിക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ഉണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ ടോവി, കൺഗ്രാറ്റുലേഷൻസ് ഓൺ ഫിനിഷിംഗ് 10 years ഇൻ ദിസ് ഇൻഡസ്ട്രി. ഇനിയും ഒരുപാട് വർഷങ്ങൾ പൂർത്തിയാക്കാൻ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി മുന്നിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മഞ്ജു ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങള് നാഫ അവാർഡ് ഉണ്ടായിരുന്നു 2017-18 ആ നാഫ അവാർഡിന് പോയപ്പോഴാണ് ഞാൻ കൂടുതലും മഞ്ജു ചേച്ചിനൊക്കെ പരിചയപ്പെട്ടതും. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാവരും കുറെ പേര് ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളിടയ്ക്ക് എല്ലാവരും മീറ്റ് ചെയ്യും. ഞങ്ങളങ്ങനെ ഒരുമിച്ച് ആമിയിൽ ആണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ല ഞങ്ങൾ ഒരുപാട് സിനിമകളും ലൂസിഫറിന്റെ കോമ്പിനേഷൻ വളരെ ചുരുക്കം കോമ്പിനേഷൻ. പക്ഷെ അത് സ്ക്രീനിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ, ഷൂട്ടിംഗ് ഒരേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, നമുക്ക് സ്വന്തം വീട്ടിലെ നമ്മുടെ ഒരു ചേച്ചിയെ പോലെ, കസിൻ ചേച്ചിയെ പോലെയൊക്കെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. ജെന്യുവൻലി നമ്മളെയൊക്കെ പറ്റി കെയർ ചെയ്യുന്ന ഒരാളാണ്. ഏത് സിനിമയാണെങ്കിലും സിനിമ കാണുകയും ആ സിനിമയൊക്കെ നമ്മളോട് അഭിപ്രായം പറയുകയും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. എൻ്റെ ഒരു സിനിമയുടെ പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ട്രെയിലറോ വരുന്ന സമയത്ത് അത് നമ്മൾ ആവശ്യപ്പെടുകയോ ചേച്ചി ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ഡിഫോൾട്ട് അവര് ഷെയർ ചെയ്ത്, അപ്പൊ അത്രയും സപ്പോർട്ടീവായിട്ടും. അത് മഞ്ജു ചേച്ചിയും ആ ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും ആരും ചോദിക്കാൻ പറയുന്നില്ലാതെ തന്നെ ഇതൊന്ന് ചിലപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ അത് ഇട്ടിട്ട് പോലും ഉണ്ടാവില്ല. വേറെ എവിടെയും കണ്ടാലും അതും പേടി പിടിച്ച് ഷെയർ ചെയ്യുന്ന അത്രയും കുറച്ച് അടുപ്പമുള്ള ആൾക്കാർ അതിൽ ഒരാളാണ് പൃഥ്വിരാജിനെ ഇതിൽ എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? രാജുവിടെ എന്റെ ജീവിതത്തിനകത്ത് കരിയറിനകത്ത് പലപ്പോഴും ഭയങ്കര നിർണായകമായിട്ടുള്ള എന്താ പറയാ ഘട്ടങ്ങളിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ എന്നും നിന്റെ മൊയ്തീന്റെ സമയത്ത് ആണെങ്കിലും 7th grade സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത്. 7th grade അഭിനയിക്കാനായിട്ട് ചെല്ലുന്ന സമയത്താണ് പുള്ളി ABCD കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ABCD കണ്ടിരുന്നു നന്നായിട്ടുണ്ട്. അതാണ് ആദ്യം എൻ്റെ അടുത്ത് എന്നെ കണ്ടപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത്. 7th grade അഭിനയിക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ കുറേ സമയം സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഷൂട്ടിന്റെ സമയത്താണെങ്കിലും പുള്ളി ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും അവിടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുന്ന് കുറെ നേരം സംസാരിച്ചിട്ടും സിനിമയെ പറ്റിയിട്ടും എൻ്റെ ഒരു ഈ സിനിമകളെ പറ്റി, സിനിമകള് നാഷണലിയും ഇന്റർനാഷണലിയും അക്ലെയിം ചെയ്യപ്പെടുന്നതിനെ പറ്റി അവിടേക്കൊക്കെ നമ്മൾ സിനിമകൾ